ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിനോട് ആലോചന ചോദിക്കുക എന്നതിനെ കുറിച്ചാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം തിരുലിഖിതം. സ്വന്തം ബുദ്ധിയെ ദൈവമായി കരുതുന്നവർ പരിഭ്രാന്തരാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു മണിക്കൂറിൽ ദൈവരാജ്യത്തിന്റെ ദൂതുകൾ ശ്രവിക്കാനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കാനും ഇതാ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ആരെല്ലാം പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ കരങ്ങളിലേക്ക് തങ്ങളതിന് വിട്ടുകൊടുക്കുന്നുവോ അവിടെയെല്ലാം അത്ഭുതങ്ങളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ 10,000-കണക്കിന് ദൈവമക്കൾക്ക് ഇത് അനുഭവമാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സുനി വിജു. കാനഡയിൽ നിന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഞങ്ങളുടെ മകന് 1 മാസത്തിലധികമായി കണ്ണ് അടഞ്ഞു പോകുന്ന അസുഖമായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ അലർജി പീഡയാണ് എന്ന് പറഞ്ഞു. അത് മാറുന്നതിനായി മരുന്ന് തന്നു. മാറിയില്ലെങ്കിൽ വേറെ മരുന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നും സജസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ മകൻ്റെ കണ്ണ് ഒരു റെസ്റ്റുമില്ലാതെ എപ്പോഴും അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതേ തുടർന്ന് മുഖം വലിഞ്ഞു വികൃതമാവുകയും ചെയ്തിരുന്നു. ഞങ്ങൾ കുടുംബം മുഴുവനും ദുഃഖത്തിലാണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം ഇന്റർനെറ്റിൽ കിട്ടും എന്ന് ഞങ്ങൾ കേട്ടത്. അങ്ങനെ 1 മാസമായി ഇന്റർനെറ്റിലൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാം തുടർച്ചയായി ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് യേശുനാഥൻ രോഗസൗഖ്യങ്ങൾ നൽകുന്നത് കണ്ട് ഞങ്ങളുടെ വിശ്വാസ അഭിഷേകം വർദ്ധിച്ചു. ഒരു പ്രോഗ്രാമിന്റെ സമയത്ത് ഞങ്ങളും പൊട്ടിക്കരഞ്ഞ് വിശ്വാസത്തോടെ ഞങ്ങളുടെ മകന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പ്രോഗ്രാം കഴിഞ്ഞ് തിരിഞ്ഞ് ഞങ്ങൾ മകനെ നോക്കുമ്പോൾ അവനിൽ നിന്നും അവന്റെ രോഗം പൂർണ്ണമായും വിട്ടുപോയിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഡോക്ടർ തന്ന മരുന്ന് 1 ഡോസ് പോലും ഞങ്ങൾ മകന് കൊടുത്തിട്ടില്ല. യേശു ഞങ്ങളുടെ കുടുംബത്തോട് കാണിച്ച ഈ വലിയ അത്ഭുതത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. സുനി വിജു, കാനഡയിൽ നിന്ന് അറിയിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. വചന ഇപ്രകാരം പഠിപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുലിഖിതം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത്? സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായം 12-ാം തിരുലിഖിതം. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളത്. കരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുവിനെ ആരാധിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വലിയ വിടുതലും സൗഖ്യവും വ്യാപരിക്കട്ടെ. ഇതാ യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി പിതാവ് സ്വർഗം തുറന്ന് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പിതാവേ, ഓ പിതാവേ, യേശുവിന്റെ നാമത്തിൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശു നാമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ഉന്നത കൃപകൾ വ്യാപരിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ. ഓരോ കുടുംബങ്ങൾ ഉണരട്ടെ. ദേശങ്ങൾ ഉണരട്ടെ. ജനതകൾ ഉണരട്ടെ. ഗോത്രങ്ങൾ ഉണരട്ടെ. ഓ ജീവിക്കുന്ന ദൈവത്തിന്റെ അരൂപിയെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ കത്തി പടരണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയെ പ്രാർത്ഥിക്കുന്നു. നവ്യമായി ഞങ്ങളിൽ
വസിക്കേണമേ. വലിയ ആഗ്രഹത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, ഹോളി സ്പിരിറ്റ് നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. കുടുംബം മുഴുവൻ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, പരിശുദ്ധാത്മാവേ നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. നിറഞ്ഞു വ്യാപരിക്കണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ സമൂഹങ്ങളിലും ഓരോ വ്യക്തികളിലും ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്ഷീണിതര ശക്തി പ്രാപിക്കട്ടെ, ദുർബലർ ബലം പ്രാപിക്കട്ടെ, വിശ്വാസ ചൈതന്യം മങ്ങിപ്പോയവരിലേക്ക് പുതു ചൈതന്യം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ കൃപ, ഒരു പുതിയ ശക്തി ഇപ്പോൾ നൽകണമേ, ഇപ്പോൾ നിറയ്ക്കണമേ, ഇപ്പോൾ ഒഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 1 തിരുലിഖിതം. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. യെശയ്യായുടെ പുസ്തകം 31 അധ്യായം 1 വാക്യത്തിൽ പഠിപ്പിക്കുന്ന അതിപ്രധാനമായൊരു ദൂതാണ്. ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവത്തോട് ആലോചന ചോദിച്ചാൽ ദൈവം ഉത്തരമരുളും എന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ 100 അനുഭവങ്ങളിലൂടെ ദൈവം തൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. അവിടെ ദാവീദ് രാജാവിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം നമുക്കായി വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ദാവീദ് രാജാവായി അഭിഷിക്തനായെന്ന് ഫിലിസ്ത്യർ അറിഞ്ഞപ്പോൾ അവർ മുഴുവൻ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി. ഈ വാർത്ത ദാവീദ് അറിഞ്ഞു. ഓടി അവൻ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. എന്ന് പറഞ്ഞാൽ ദാവീദിനൊരു പ്രതികൂലമുയർത്തിയ സംഭവമാണ് ഈ യുദ്ധവാർത്ത. ദാവീദ് എന്ന് പറഞ്ഞാൽ നിസ്സാര ഒരു വ്യക്തിയല്ല. 1 സാമുവേൽ 17 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വലിയ പർവ്വതം പോലെ 6 മുഴ ഉയരവും വലിയ ശക്തിയോടും കൂടെ വലിയ ശൗര്യത്തോടുകൂടെ ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ച് പുച്ഛിച്ചുകൊണ്ടിരുന്ന ഗോലിയാത്തിനെ വെറും ഒരു വടി കൊണ്ട്, ഒരു കവണ കൊണ്ട്, 2 കല്ലുകൊണ്ട് അവൻ നിലം പരിശാക്കി അവന്റെ കഴുത്ത് വെട്ടിമുറിച്ച് മാറ്റിയിട്ട സംഭവം സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ശക്തി അതുപോലെ അനുഭവിച്ച വ്യക്തിയാണ് ദാവീദ്. ആ ദാവീദ് പോലും കോട്ടയ്ക്കുള്ളിൽ ഓടി അഭയം പ്രാപിക്കാൻ തക്കവണ്ണം ഫിലിസ്ത്യർ എല്ലാ ശക്തിയും ശേഖരിച്ച് ഇപ്പോൾ ഇസ്രായേലിനെതിരെ വന്നിരിക്കുകയാണ്. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യം, ഇസ്രായേലിന്റെ രാജാവായി ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ
ഫിലിസ്ത്യർ അവനെതിരെ പുറപ്പെട്ടു വന്നു. അത് കേട്ട് ദാവീദ് കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. അത്രമാത്രം അത് ദാവീദിനെ പ്രതികൂലത്തിലാക്കി. ഈ വലിയ പ്രതികൂലത്തിരിക്കുന്ന ദാവീദ് തന്റെ പ്രതികൂലത്തിൽ എന്താണ് ചെയ്തത്? അവൻ തന്റെ ദൈവത്തോട് ആലോചന ചോദിച്ച് അവൻ ദൈവത്തിന് മുമ്പിലേക്ക് പോയി. അവൻ തന്റെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തി. അവൻ കർത്താവിനോട് ചോദിച്ച്, കർത്താവേ, ഞാൻ യുദ്ധത്തിന് പുറപ്പെടണമോ വേണ്ടയോ? രണ്ടിലൊന്ന്. അങ്ങ് എന്താണോ പറയണത് അത് ഞാൻ ചെയ്യാം. യുദ്ധത്തിന് പോകാനാണെങ്കിൽ പറയണതെങ്കിൽ ഞാൻ പോകാം. പോകണ്ടെന്നാണ് പറയണതെങ്കിൽ ഞാൻ പോവുകയില്ല. ഞാൻ യുദ്ധത്തിന് പോയാൽ ഈ ജനത്തെ അങ്ങ് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു തരുമോ? ദാവീദ് ശിശു സഹജമായ നിഷ്കളങ്കതയോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് ആലോചന ചോദിക്കുകയാണ്. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യം. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പുറപ്പെടണമോ? അവരെ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? പുറപ്പെടുക, ഫിലിസ്ത്യരെ തീർച്ചയായും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. കർത്താവ് ദാവീദിനോട് അരുളി ചെയ്തു. ഒരു ദൈവ പൈതൽ ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം നൽകുന്നവനാണ് ബൈബിളിലെ ദൈവം. ശിശു സഹജമായ നിഷ്കളങ്കതയോടെ വേണം നാം ചോദിക്കാൻ. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെയല്ല, ശിശു സഹജമായ നിഷ്കളങ്കതയോടെ നാം കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് നമുക്ക് ഉത്തരം അരുളും. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അനേകം പേർ തങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിച്ച്, തങ്ങളുടെ യുക്തിയിൽ ആശ്രയിച്ച്, കഴിവിൽ അഹങ്കരിച്ച് ദൈവമായ കർത്താവിനോട് ആലോചന ചോദിക്കുന്നതിനെ ഗൗനിക്കാതെ നടക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നുണ്ട്. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി തരുന്നു. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ദാവീദാകട്ടെ ഒരു പ്രശ്നം വന്നപ്പോൾ സ്വന്തം ബുദ്ധിയെയോ സ്വന്തം യുക്തിയെയോ മുൻകാല പാഠങ്ങളെയോ അല്ല ദാവീദ് ആശ്രയിച്ചത്. ദാവീദ് അടിസ്ഥാനമാക്കിയത്, എൻ്റെ ദൈവം ഈ കാര്യത്തിൽ എന്നോട് എന്താണ് പറയണത്? ദൈവമേ, ഞാൻ പുറപ്പെടണമോ വേണ്ടയോ? അവൻ ദൈവത്തോട് പോയി ആലോചന ചോദിച്ചു. ദൈവം അവന് ഉത്തരം കൊടുത്തു. അവൻ ദൈവത്തിന്റെ ഉത്തരപ്രകാരം, അവൻ ദൈവത്തിന് കിട്ടിയ ആലോചന പ്രകാരം അവൻ യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ വലിയ വിജയം ലഭിച്ചു. ഫിലിസ്ത്യരെ അവൻ ഛിന്ന ഭിന്നമാക്കി. അവൻ യുദ്ധത്തിൽ അവരെ തുരത്തി ഓടിച്ച്. ജീവിതത്തിൽ വിജയം നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ കർത്താവിനോട് ആലോചന ചോദിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം. വീണ്ടും കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇതാ ഫിലിസ്ത്യർ പൂർവാധിക ശക്തി സംഭരിച്ച് വീണ്ടും ദാവീദിനെതിരെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു വരികയാണ്. അപ്പോഴും ദാവീദ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവൻ ദൈവത്തിങ്കലേക്ക് ചെന്ന് മുട്ടുകൾ മടക്കി അവൻ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. ദൈവമേ, ഇതാ വീണ്ടും അവർ എനിക്കെതിരെ വന്നിരിക്കുകയാണ്. ഞാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 5-ാമത്തെ അധ്യായം 22 മുതൽ 25 വരെ തിരുലിഖിതങ്ങൾ. ഫിലിസ്ത്യർ വീണ്ടും വന്ന് റഫായീം താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, നീ നേരെ ചെന്ന് ആക്രമിക്കരുത്. വളഞ്ഞ് ചെന്ന് ബൽസാ വൃക്ഷങ്ങൾക്കെതിരെ വെച്ച് പിന്നിൽ കൂടെ ആക്രമിക്കുക. ബൽസാ വൃക്ഷങ്ങൾക്ക് മുകളിൽ അണി നീങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ കടന്നാക്രമിക്കുക. ഫിലിസ്ത്യ സൈന്യത്തെ തകർത്തു കളയാൻ കർത്താവ് കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗേബ മുതൽ ഗേസർ വരെ ഫിലിസ്ത്യരെ അവൻ തുരത്തി ഓടിച്ച്. ഹല്ലേലൂയ. നോക്കുക, ഇവിടെ ഒരു പ്രശ്നത്തിൽ ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്, എപ്പോഴാണ് പുറപ്പെടേണ്ടത്, എപ്പോഴാണ് പതിയിരിക്കേണ്ടത്, ഏത് വഴിയിലൂടെയാണ് നീങ്ങേണ്ടത്, ഇങ്ങനെ ഡീറ്റെയിൽസ് പോലും, മൈന്യൂട്ട് കാര്യങ്ങൾ പോലും തൻ്റെ പ്രിയദാസന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തെ ബൈബിളിൽ നാം കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, ഞാനും നിങ്ങളും ജീവിതത്തിലെ ഒരു കാര്യത്തിൽ ജീവിക്കുന്ന ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് ദൈവത്തിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. ഇതിനെക്കുറിച്ച്
ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു രംഗം കാണുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഗിദെയോൻ എന്ന ഒരു ദൈവദാസനെയാണ് ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ദൈവം ഗിദെയോനെ മിദ്യാൻകാരുടെ കൈകളിൽ നിന്ന് ദൈവത്തിന്റെ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തു. അതിനുശേഷം മിദ്യാൻകാർക്കെതിരെ യുദ്ധത്തിനായി ഗിദെയോനെ എല്ലാ സന്നാഹങ്ങളോടും കൂടെ ദൈവം തന്നെ അയക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ മിദ്യാൻകാരും ഗിദെയോനും മുഖാമുഖം പാളയമടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഗിദെയോൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഗിദെയോൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, ഈ യുദ്ധത്തിൽ മിദ്യാൻകാരെ അവിടുന്ന് എന്റെ കൈകളിൽ ഏൽപ്പിച്ചു തരും എന്ന് എന്ത് ഉറപ്പാണുള്ളത്? ഞാൻ യുദ്ധത്തിന് പോകണമോ? പോയാൽ ജയിക്കുമോ? ഒരടയാളം എനിക്ക് തരിക. ഇത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ വാക്യത്തിലുണ്ട്. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എന്റെ കൈയാൽ അവിടുന്ന് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു. അതിൽ മാത്രം മഞ്ഞ് വീഴുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എന്റെ കൈകൾ കൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അതിരാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ ദൈവത്തോട് ആലോചന ചോദിച്ചു, ഒരടയാളം പറഞ്ഞു. ദൈവം അതേപോലെ അടയാളം അവന് കൊടുത്തുകൊണ്ട് അവന്റെ ചോദ്യത്തിന് ദൈവം ഉത്തരം നൽകി. ഹല്ലേലൂയ. വീണ്ടും ഗിദെയോൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, കോപിക്കരുത്. ഒരു ഉറപ്പിന് വേണ്ടി കൂടി ചോദിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ രാത്രി ഒരുപക്ഷെ മഞ്ഞ് പെയ്ത് എന്തെങ്കിലും ബൈ ചാൻസിനാണ് സംഭവിച്ചതായിരിക്കാം. എനിക്കൊരു ഉറപ്പിന് വേണ്ടി ചോദിക്കുകയാണ്. ഞാൻ ഒരു തവണ കൊണ്ട് അടയാളം ചോദിക്കുകയാണ്. ഞാൻ വീണ്ടും ഈ ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം വിരിക്കും. ഈ തവണ ഈ ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം മാത്രം ഉണങ്ങിയിരിക്കണം, ചുറ്റുവട്ടത്തെല്ലാം മഞ്ഞ് പെയ്ത് നനഞ്ഞിരിക്കണം. അവൻ ദൈവത്തോട് പറഞ്ഞു. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 39-40 തിരുലിഖിതങ്ങൾ. ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ, അത് ഉണങ്ങിയും നിലം മുഴുവൻ മഞ്ഞുതുള്ളി വീണതായും കാണട്ടെ. ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞു വീരുന്നു. ദൈവത്തോട് ആലോചന ചോദിച്ചു, അടയാളം ചോദിച്ചു. ദൈവം അടയാളങ്ങളിലൂടെ ഗിദെയോന് ഉത്തരമരുളി. ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം ഇതാ മറ്റൊരു ദൈവ പൈതലിനെ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ബാലാം പ്രവാചകൻ. ബാലാം പ്രവാചകൻ ജീവിതത്തിലേക്ക് ബാലാക്ക് രാജാവ് ധാരാളം പ്രമാണിമാരെ അയച്ചിട്ട് ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. ഇതാ എന്റെ രാജ്യത്തിനെതിരെ ശത്രുക്കൾ വന്ന് പാളയമടിച്ചിരിക്കുകയാണ്. വെട്ടുകിളി പറ്റം പോലെ ഏതോ രാജ്യത്ത് നിന്ന് ഇതാ ജനം വന്ന് പാളയമടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ വന്ന് ശപിച്ച് അവരുടെ മേൽ വിജയം നേടാൻ എന്നെ സഹായിക്കണമെന്ന് മോവാബ് രാജാവായ ബാലാക്ക് രാജാവ് പ്രമാണിമാരെ അയച്ച് ബാലാം പ്രവാചകനോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ബാലാം പ്രവാചകൻ ഈ കാര്യത്തിന് വേണ്ടി ദൈവത്തോട് ആലോചന ചോദിച്ചു. അതാണ് സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം അതിൽ 12-ാം തിരുലിഖിതം. ദൈവം ബാലാമിനോട് അരുളി ചെയ്തു, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ്. ദൈവം ബാലാമിന് രാത്രി വന്ന് ഉത്തരം കൊടുത്തു. ഹല്ലേലൂയ. ജോഷുവയുടെ ഗ്രന്ഥത്തിൽ മറ്റൊരു രംഗം കാണുന്നുണ്ട്. ഇതുപോലൊരു പ്രശ്നം ജോഷുവയുടെ ജീവിതത്തിൽ ഉണ്ടായി. ജോഷുവയുടെ നേതൃത്വത്തിലുള്ള ദൈവജനം വലിയ വിജയങ്ങൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആയി പട്ടണത്തിനെതിരെ യുദ്ധത്തിൽ അവർ വളരെ ദയനീയമായി പരാജയപ്പെട്ടു. അത് ജോഷുവയെ വളരെ വേദനിപ്പിച്ചു. എന്തുകൊണ്ടാണ് ദൈവത്തിന് ഞാൻ ഇതുപോലെ തകർന്നു പോയത്, ഇതുപോലെ പരാജയപ്പെട്ടത്? അനേകരുടെ മരണത്തിന് കാരണമായ വിധം വളരെ ദയനീയമായി നാണം കെട്ട വിധത്തിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ട്? ഈ ജോഷുവ ദിവസം മുഴുവനും സാഷ്ടാംഗം വീണ് ദൈവസന്നിധിയിൽ പോയി വസ്ത്രം കീറി ചാരം പൂശി അവനും സംഘങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കർത്താവ് ജോഷുവയുടെ അടുത്ത് വന്ന് ഉത്തരം കൊടുക്കുന്ന രംഗമുണ്ട്. അതാണ് ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുലിഖിതങ്ങൾ. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക, നീ എന്തിനിങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എന്റെ കൽപ്പന അവർ ലംഘിച്ചു, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി, അവ തങ്ങളുടെ സാമാനങ്ങളോട് വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല.
അവരുടെ മുമ്പിൽ തോറ്റ് പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവജനത്തിന്റെ ഒരു വലിയ പ്രതികൂലത്തിൽ ജനനേതാവ് ജോഷുവ ദൈവത്തോട് ആലോചന ചോദിച്ചു. അതിന്റെ കാരണങ്ങളും തകർച്ചയുടെ അടിസ്ഥാനങ്ങളും ദൈവം അന്ന് വെളിപ്പെടുത്തി സംസാരിക്കുന്ന രംഗമാണ് ഇപ്പോൾ നാം വായിച്ചു കണ്ടത്. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുലിഖിതങ്ങൾ. ഈ നിമിഷങ്ങളിൽ പ്രിയ ദൈവവൈതലേ, ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ സ്വന്തം ബുദ്ധിയാണ് ആശ്രയിക്കുന്നത്, അതോ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ അരികിലേക്ക് പോയി ആലോചന ചോദിക്കുന്നുണ്ടോ? യേശുവിന്റെ അരികിലേക്ക് പോയി മുട്ടുകുത്തുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനോട് സംശയം ചോദിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ആരെയാണ് നീ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നത്? കണ്ണടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളിലും ജീവിക്കുന്ന ദൈവത്തിന് അടുത്ത് പോയി ആലോചന ചോദിക്കാൻ, ഓരോ സംശയത്തിനും ദൈവത്തിൻ്റെ അടുത്ത് പോയി ആലോചന ചോദിക്കാൻ, ജീവിതത്തിൻ്റെ ഓരോ പ്രതികൂലത്തിലും ദൈവത്തിൻ്റെ അടുത്ത് പോയി ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ആത്മാവിൻ്റെ അഭിഷേകം ഇപ്പോൾ നൽകണമേ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 നിറയണമേ, നിറയണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്വർഗം തുറന്ന് നാഥനെഴുന്നള്ളും ഈ നിമിഷം പുണ്യ നിമിഷം. സ്വർഗം തുറന്ന് നാഥനെഴുന്നള്ളും ഈ നിമിഷം പുണ്യ നിമിഷം. ജീവനായെഴുന്നള്ളും നാഥനെ ഏകാമങ്ങേക്കാരാധന. ജീവനായെഴുന്നള്ളും നാഥനെ ഏകാമങ്ങേക്കാരാധന. ആരാധന, ആരാധന, വിണ്ണിലെ രാജകുമാര. ആരാധന, ആരാധന, വിണ്ണിലെ രാജകുമാര. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുലിഖിതം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ജാതി മതസ്ഥരും ദൈവത്തെ ആശ്രയിക്കാൻ തക്കവണ്ണമുള്ള
ഓരോ കാര്യത്തിലും ദൈവത്തോട് ആലോചന ചോദിക്കാൻ തക്കവണ്ണമുള്ള സ്വർഗത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ പ്രാപിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. ദൈവമായ കർത്താവിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, വഷളത്വത്തിൻ്റെയും ബോഷ്കിൻ്റെയും തന്നിഷ്ടത്തിൻ്റെയും ആധിപത്യങ്ങൾ, അന്ധകാരപ്പീഠകൾ യേശുനാമത്തിൽ തകരട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ദൈവത്തിൽ ആശ്രയിക്കാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവേ ഹൃദയങ്ങളിലേക്ക് പാകി വളർത്തണമേ. ഹാലലുയ്യ, ഹാലലുയ്യ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ ദൈവത്തോട് അനുരഞ്ജനപ്പെടട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആരാധന ആരാധന വിണ്ണിലെ രാജകുമാര